Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Morning, ma'am. Good morning. Prayer ആരാ ചെയ്യുന്നേ? ഞാനാ മാം, ജീന. സൈനിങ് ഉണ്ടോ? സൈനിങ് ഉണ്ട്. ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. Oh God, give me the strength to live for you every day. Send your spirit of rest this day. Let me in your presence remain. Fill my heart with your love. Let my heart see your love. Help my hands to praise your name. I long to see your banner raised. Oh God, give me the strength to live for you every day. Send your spirit of rest this day. Let me in your presence remain. Thank you, ma'am. Ma'am, thought ഉണ്ട്. തോട്ടുണ്ട്. റഷീദ. ഓക്കെ, പറഞ്ഞോളൂ. Okay. Good morning to all. Today's thoughts. What you decided to do, make sure it makes you happy. It means that the main purpose of human life is happiness. Therefore, when we choose a work which gives happiness, life becomes very enjoyable. നിങ്ങൾ എന്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചാലും അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്ന് ഉറപ്പാക്കുക. മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം സന്തോഷമാണ്. അതിനാൽ സന്തോഷം നൽകുന്ന ഒരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതം വളരെ അസാധ്യകരമാകും. So do what makes you happy. Thank you, ma'am. ഓക്കെ, നല്ലൊരു തോട്ടായിരുന്നു കേട്ടോ. Thank you, ma'am. സന്തോഷം കണ്ടെത്തുന്ന ജോലി തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഏത് ജോലിയാണ് തിരഞ്ഞെടുക്കുന്നത്? എന്തിനു വേണ്ടിയുള്ള കോഴ്സിൽ ജോയിൻ ചെയ്തേ? ടീച്ചിങ് താല്പര്യമുള്ളതാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നമുക്ക് സന്തോഷം, ഏത് ജോലിയാണോ നമുക്ക് സന്തോഷം തരുന്നത് അത് കണ്ടെത്തുക. ആ ലക്ഷ്യം നേടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. Okay, ma'am. നമുക്ക് അറിയാനായിട്ട് സാധിക്കും, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ ആ ജോലിയോട് നമുക്ക് അധികം താല്പര്യം ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ സമയം മാറ്റിവെച്ച് അല്ലെങ്കിൽ അതിൽ അത്രമാത്രം ഡെഡിക്കേഷൻ കൊടുത്ത് നമ്മളത് ചെയ്യുവാണെങ്കിൽ ആ ജോലി വളരെ പൂർണ്ണമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എപ്പോഴും അതിൽ നിന്ന് ഹാപ്പിനെസ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അതൊന്നും എല്ലാവരും ഒന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നെ പറഞ്ഞ്? ഞാൻ 2 ആഴ്ച ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ട്. ഓക്കെ, ചെയ്തോളൂ. സൈനിങ് ഉണ്ട്. Hello everyone, good morning all. I am Aishwarya. Here I am reciting a small poem. Chubby cheeks, dimpled chin, rosy lips, teeth within, curly hair, very fair. Eyes are blue, lovely too. Teacher's pet, is that you? S. Here, thank you all. Here I am signing into Ashwati ma'am's class. ഇനി എന്തെങ്കിലും ഉണ്ടോ?
ഇനി എന്തെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? സൈൻ ഔട്ട് അത് ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട്. ലാസ്റ്റ് അല്ലേ? സൈൻ ഔട്ട് ലാസ്റ്റ് അല്ലേ? ഓക്കെ. ഓക്കെ. നമുക്ക് ചാപ്റ്റർ എടുക്കാം അല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? Health checkup, ma'am. No. ഹെൽത്ത് ചെക്കപ്പ് അല്ലേ? ഹെൽത്ത് ചെക്കപ്പ് കംപ്ലീറ്റ് ആക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കംപ്ലീറ്റ് ആയിരുന്നു. കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ ഞാൻ മീൽ പ്ലാൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ് മാം. യെസ്, അത് ആദ്യം മിസ് പറഞ്ഞിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നോ? ആദ്യം അത് ചെയ്തോ? നിങ്ങൾ കാണിച്ചായിരുന്നോ അത്? ചെയ്തിരുന്നു, ചാപ്റ്റർ ചെയ്ത് മിസ്സിനെ കാണിച്ചിരുന്നു. കാണിച്ചിരുന്നു അല്ലേ? മാം വാക്സിനേഷൻ ചാർട്ട് തന്നത്. വാക്സിനേഷൻ ചാർട്ട് തന്നു അല്ലെ? അത് അസൈൻമെന്റ് ആയിട്ടാണ് അസൈൻമെന്റ് ആയിരുന്നു, അത് സബ്മിറ്റ് ചെയ്തിരുന്നു. സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ സേഫ്റ്റി ആണ് കേട്ടോ. മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാ. റീഡ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സേഫ്റ്റി റീഡ് ചെയ്യട്ടെ മാം? റീഡ് ചെയ്തോളൂ. ഒന്ന് റീഡ് ചെയ്തോളൂ. ചെയ്തോളൂ. Safety, capable provision for the safety of children at home or outside in an aspect not to be delayed. Keeping medicines, chemical and other dangerous items out of reach of children. Keeping electrical wires insulated and putting away broken pieces of glass. Cleaning of spilled water or oil on the floor, etc. are important steps towards safety. First aid measures should be available instantly. Moreover, care should also not be allowed to play risky games or burn fireworks alone. Safety measures should also be taken even when they travel by vehicles to and from school. എന്താണ് റോഷ്നി കുഞ്ഞുമോൻ എന്താണ് അതിനകത്ത് പറയുന്നത്? എന്താണ് സേഫ്റ്റി? കുട്ടികളുടെ സേഫ്റ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹോമിലും ഔട്ട്സൈഡിലുമായിട്ടുള്ള കുട്ടികളുടെ സേഫ്റ്റിയെ കുറിച്ചാണ്. അതില് കീപ്പിംഗ് മെഡിസിൻസിനെ കുറിച്ചും കെമിക്കലിനെ കുറിച്ചും ഡേഞ്ചറസ് ആയിട്ടുള്ള ഐറ്റംസിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. പിന്നെ കൂടാതെ ഇലക്ട്രിക്കൽ വയർസും പിന്നെ ബ്രോക്കൺ പീസസ് ഓഫ് ഗ്ലാസ്, പൊട്ടിയ ഗ്ലാസും, ക്ലീനിങ് സ്പിൽഡ് വാട്ടർ, ഓയില്, ഫ്ലോറിലുള്ള വാട്ടർ, ഓയില്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അവർക്ക് സേഫ്റ്റി വേണം. പിന്നെ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ഷുഡ് ബി അവൈലബിൾ ഇൻസ്റ്റന്റ്ലി. ഫസ്റ്റ് എയ്ഡ് എല്ലാം എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. പിന്നെ അവര് റിസ്കി ഗെയിംസ് ഒക്കെ കളിക്കുന്നത്, പിന്നെ ഫയർ വർക്ക്സും ഒക്കെ നമ്മൾ സേഫ്റ്റിയുടെ ഒരു ഭാഗമാണ്. അതിൽ നിന്നൊക്കെ പിന്നെ ട്രാവൽ ബൈ വെഹിക്കിൾസ്, അതിൽ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ സേഫ്റ്റി കണ്ടെത്തണം. മനസ്സിലായി. ഇതിന് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടോ? ഇതില് പറയുന്നതല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇതൊക്കെയാണ്. എന്നോടാണോ മാം? ആരെങ്കിലും പറഞ്ഞാൽ മതി. റോഷ്നി ആണെങ്കിൽ റോഷ്നിക്ക് പറയാം. എന്റെ വീട്ടിൽ കുട്ടികളില്ല, അതുകൊണ്ട് അറിയത്തില്ല. കുട്ടികളില്ല? കല്യാണം കഴിച്ചിട്ടില്ല? കല്യാണം കഴിച്ചിട്ടുണ്ട് കുറച്ച്. റോഷ്നി പറയണ്ടേ? ഞാൻ കുട്ടികളുള്ള അമ്മമാരോട് ചോദിക്കട്ടെ, ഒന്ന് പറയാമോ? റോഷ്നി പറഞ്ഞതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്? ചൂടുവെള്ളം അല്ലെ ചൂട് ചായയൊക്കെ മേശയുടെ അരികിലോ അല്ലെങ്കിൽ നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞ് സ്ലാബിന്റെ സൈഡിലൊന്നും വെക്കരുത്. കുഞ്ഞു കുട്ടികളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് വന്ന് പിടിച്ച് അത് അവരുടെ ദേഹത്ത് വീഴാം. അതൊക്കെ അവർക്ക് എത്താത്തടുത്ത് വെക്കാൻ ശ്രമിക്കണം. പിന്നെ ബക്കറ്റ് വെള്ളം നിറഞ്ഞിരിക്കുന്നിടത്ത് കുട്ടികളെ കളിപ്പിക്കരുത്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ഈ പ്ലഗ് ഒക്കെ ചെയ്യുന്നിടത്ത് കവർ ചെയ്ത് വെക്കണം. അവരതിൻ്റെ അകത്തോണ്ട് കൈയിടും.
അതെ, അതിനകത്ത് കൈയിടും അല്ലേ ചേട്ടാ? പിന്നെ ഡോർസ് എല്ലാം ശ്രദ്ധിക്കണം. അതിൽ വെച്ചിട്ട് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സ്റ്റെപ്സ് കയറുന്നത്, ഹൈറ്റ് ഉള്ളതിൽ മേലെ കയറുന്നതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ പൊമോഗ്രാനൈറ്റ് ഒക്കെ കഴിക്കുമ്പോൾ എന്റെ മോള് മൂക്കിലിട്ടിട്ടുണ്ട് മാം. എന്നിട്ട് രാത്രി നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കുക ചെയ്തത്. പൊമോഗ്രാനൈറ്റിന്റെ ഉറുമാമ്പഴത്തിന്റെ സീഡില്ലേ, അത് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതെയോ? കുഞ്ഞു മുത്ത് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ അവരെടുക്കാത്ത വെക്കണം. എന്റെ കുഞ്ഞും അങ്ങനെ ഇട്ടിട്ടുണ്ട്. അവൻ കളിച്ച് മൂക്കിനകത്ത് മുത്ത് കയറ്റി വെച്ച്, പിന്നെ ഭാഗ്യത്തിന് നമ്മൾ കുറെ പ്രാവശ്യം അവനെ കൊണ്ട് ഇങ്ങനെ ചീറ്റിച്ചപ്പോ അത് തന്നെ പുറത്തു വന്നു. ഈ പേപ്പർ കോയിൻസ് അതൊക്കെ എടുത്ത് മാറ്റി വെക്കണം. ഈ ജീന വർഗീസ് പറഞ്ഞ പോലെ മുത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ MT1 ഫസ്റ്റ് ബാച്ചിലെ ഒരു കുട്ടി എന്നോട് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തായിരുന്നു ക്ലാസ്സിൽ. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കുഞ്ഞ് ഇതുപോലെ തന്നെ മുത്ത് വെച്ച് കളിക്കുമായിരുന്നു. വളരെ ചെറിയ ബീഡായിരുന്നു, ചെറിയ മുത്തായിരുന്നു. അത് വെച്ച് കളിച്ചപ്പോൾ അതായത് ചില കുട്ടികൾ എന്ത് ചെയ്യും, മുത്ത് എടുത്തിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കും ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? ചെറിയ മുത്ത് എടുക്കും, മേലോട്ട് നോക്കും. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോൾ ആ കുഞ്ഞിന്റെ മൂക്കിൽ എന്ത് ചെയ്തു, മുത്ത് കയറിപ്പോയി. പക്ഷെ ഇവരാരും അറിഞ്ഞില്ല, ഈ അമ്മ അച്ഛനും ഒന്നും അറിഞ്ഞിട്ടില്ല, കുഞ്ഞാണെങ്കിൽ പറഞ്ഞിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള തലവേദന, അതുപോലെ തന്നെ മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരുന്നു, എപ്പോഴും മൂക്ക് കടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് മാറി മാറി ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോ പറഞ്ഞത് ഇൻഫെക്ഷൻ ആണ്, അല്ലെങ്കിൽ കുട്ടിക്ക് കുറുങ്ങലുള്ളത് കൊണ്ടാണ്, കഫക്കെട്ടിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ തലവേദന, കഫം തലയിൽ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാവാന്നൊക്കെ പറഞ്ഞ് ഇവര് കുറെ മരുന്നുകൾ ഇങ്ങനെ കാണിച്ചു. 1 കൊല്ലത്തോളം ആ കുട്ടി ആ മുത്ത്, അതായത് ആ മുത്ത് മൂക്കിലോട്ട് കയറി പോയിട്ട് ഇവിടെയാ ചെന്നിരിക്കുന്നത്, നെറ്റിയിൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാ മുത്തിരിക്കുന്നത്. 1 കൊല്ലത്തോളം ആ കുഞ്ഞ് അത് വെച്ചോട്ട് നടന്നു. ഫൈനലി അവരോടൊരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ടാണ് കണ്ടെത്തിയത് കുഞ്ഞിന്റെ മൂക്കിനുള്ളിൽ, അതായത് നെറ്റിയുടെ നടുക്കായിട്ട് മുത്ത് കുഞ്ഞിത് കുടുങ്ങിക്കിടപ്പിട്ട്, അതുകൊണ്ടാണ് കുഞ്ഞിനെ അതായത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നീട് ആ മുത്ത് അവര് റിമൂവ് ചെയ്തു കേട്ടോ. ഒന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾ, 1 കൊല്ലത്തോളം ആ കുഞ്ഞ മുത്ത് ആ നെറ്റിയുടെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ കാരണം? കുഞ്ഞ് പറയണായിരുന്നു ആ സമയം തന്നെ. എന്റെ കുഞ്ഞ് അന്നേരേ വന്ന് പറഞ്ഞു, അവൻ അത് ആക്കി, അവൻ കയറ്റി കഴിഞ്ഞപ്പോ അവന് മനസ്സിലായി അതെന്തോ സംഭവിക്കാൻ പോവാന്ന്. അന്നേരം പെട്ടെന്ന് വന്ന് പറഞ്ഞു. ഇത് 3 വയസ്സുള്ള കുഞ്ഞായിരുന്നു, 3 വയസ്സുണ്ടായിരുന്നു. ഇവന് 4 വയസ്സ്, 4-5 വയസ്സുള്ളപ്പോഴാണ് സംഭവിച്ചത്. എന്റെ മോള് 1.5 വയസ്സിലാണ്. 1.5 വയസ്സില് കപ്പലണ്ടിയും ഒരു പ്രാവശ്യം കപ്പലണ്ടി മൂക്കിൽ വെച്ചു. അത് 1.5 വയസ്സുള്ള സമയത്താ. അത് കഴിഞ്ഞിട്ട് അത് എന്റെ അടുത്ത് ഇരുന്നോണ്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ പിടിക്കണുണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്തേന്ന് ചോദിച്ചപ്പോ മൂക്കില് എന്ന് പറഞ്ഞു. പിന്നെ ചീറ്റിച്ചെടുത്ത്. അത് കഴിഞ്ഞ് ഒരു 2 വയസ്സുള്ള സമയത്ത് മഞ്ചാടി ഇട്ടു മൂക്കിന്റെ അകത്ത്. ഇത് തന്നെ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട് മിസ് അങ്ങനെ ഒരു ഇൻസിഡന്റ്. എന്റെ മകനും ഉണ്ടായിട്ടുണ്ട്, ആങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മകന് മൂക്കിന്റെ ഈ സൈഡിലായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്, നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ മൂക്കിൽ നിന്ന് ഭയങ്കര പൊട്ട മണം വന്നപ്പോ നമ്മള് ഡോക്ടറെ കാണിക്കേ. അപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോ മാലമണിയുടെ ഈ രുദ്രാക്ഷ ചെറിയ മാലമണിയിൽ കെട്ടണത് അതിന്റെ ഗുരു. ഞാൻ അത് കുറെ കാലങ്ങളോളം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ആങ്ങളെ ഒരിത്തിരി വലിപ്പായിട്ടാ, ഒരു 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങള് ചെറുപ്പായിരിക്കുമ്പോ അവൻ കട്ടിലുമ്മ കിടന്ന് മലർന്ന് കിടന്ന് സൂചി വായിലിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഞങ്ങള് ചെറിയ കുട്ടികളല്ലേ, നമ്മളത്ര ശ്രദ്ധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു, അയ്യോ വായിലേക്ക് വിഴുങ്ങി പോയി സൂചി എന്ന് പറഞ്ഞു. സേഫ്റ്റി പിന്നെ അത് മൂടിണ്ടായിരുന്നു ഭാഗ്യത്തിന്. അങ്ങനെ തന്നെ ഞങ്ങള് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോ അത് അവിടെ ഉണ്ട്, കുടലിലുണ്ട്. എന്നിട്ട് വയറിളക്കാനുള്ള മരുന്ന് കൊടുത്തു. ഡോക്ടർ പറഞ്ഞു മോശം പോകുമ്പോ നോക്കി നോക്ക് അതിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങള് നോക്കിയിരുന്നു, മോശം അത് ഉണ്ട് പോയി സംഭവം. ഇത്തരത്തില് ധാരാളം പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാവുന്നതാണ്. ചില കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കുഞ്ഞുങ്ങൾ ഇത് ചെയ്തിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാകാം. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയുമായിട്ട് വരുന്നത് കേട്ടോ.
അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് സേഫ്റ്റി എന്ന് പറഞ്ഞാല് വീട്ടില് മാത്രമല്ല, വീട്ടിലാവുമ്പോൾ പാരന്റ്സ് അല്ലെ, മാതാപിതാക്കളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. വീട്ടില് മാത്രമല്ല, കുട്ടികളുടെ സേഫ്റ്റി നമ്മൾ പുറത്തും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ വീട്ടിനുള്ളിലും വീട്ടിൽ പുറത്തുള്ള കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും വീടുകളിലൊക്കെ ആണെങ്കിലും മരുന്നുകള് അല്ലെ, അതായത് അതുപോലെ തന്നെ അതായത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവർ ഉപയോഗിക്കുന്ന മരുന്നുകളായിക്കോട്ടെ, വീട്ടിൽ എന്തെങ്കിലും കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ കൈ എത്തി പിടിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക, അതായത് മാറ്റി വെക്കുക. നമുക്കറിയാം കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ, അതായത് നമുക്ക് കിടക്കുന്ന പ്രായമാണെങ്കിൽ കുഴപ്പമില്ല, കുഞ്ഞുങ്ങള് നടക്കാനും അതുപോലെ തന്നെ നിൽക്കാനും സാധനങ്ങൾ കയ്യെത്തി പിടിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, നടക്കുന്ന ഒരു കാലഘട്ടം സ്റ്റേജ് ഉണ്ട്. ആ സമയത്ത് അവര് കിച്ചണിൽ വരികയും അതുപോലെ തന്നെ റൂമിലൊക്കെ വരികയും കബോർഡിൽ നിന്ന് സാധനങ്ങൾ കയ്യെത്തി പിടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ശരിയാണോ ഞാൻ പറയുന്നത്? നമുക്ക് എന്തെങ്കിലും കബോർഡിലൊക്കെ വെക്കാൻ പറ്റുമോ? ഓയിൽ ഇപ്പൊ വെളിച്ചെണ്ണയുടെ കുപ്പി ഇരിക്കുകയാണ്, കോക്കനട്ട് ഓയിലിന്റെ കുപ്പി ഇരിക്കുകയാണ്, അത് അവര് കയ്യെത്തി പിടിക്കുന്നു. കയ്യെത്തി പിടിക്കാൻ നോക്കുമ്പോൾ ആ ഓയിലിന്റെ കുപ്പി അവിടെ തട്ടി അത് താഴെ വീഴുന്നു, ഓയിൽ മൊത്തം തറയിലാകുന്നു. കുഞ്ഞുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, തെന്നി വീഴാനും അതുപോലെ തന്നെ കുപ്പിച്ചില്ല് കാലിൽ കയറാനും സാധ്യതയുണ്ട്. അതായത് കോക്കനട്ടിന്റെ കുപ്പി എന്ന് പറഞ്ഞാൽ ചില്ല് പാത്രമാണെങ്കിൽ എന്താണ്, അതെന്തായാലും കുട്ടി താഴെ വീഴും, ചില്ല് കാലിൽ കുത്തി കയറുകയും അതുപോലെ തന്നെ കുഞ്ഞ് തെന്നി ഓയിലിന്റെ ഇതുകൊണ്ട് കുഞ്ഞ് തെന്നി വീഴുകയും ചെയ്യും. അപ്പോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇപ്പൊ അതുപോലെ തന്നെ പല ടിന്നുകൾ, ഇപ്പൊ മുളക് പൊടി ടിന്ന് വയ്ക്കുകയാണ്, ചില്ലി പൗഡർ ടിന്ന് വയ്ക്കുകയാണ്, പല പല പൊടികൾ ഉണ്ടല്ലോ, നമ്മൾ മസാലാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ കിച്ചണില്. അപ്പൊ അതൊക്കെ എടുക്കാൻ ശ്രമിക്കുകയും അതൊക്കെ തട്ടി താഴെ ഇടുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ് കുട്ടികൾക്കുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കയ്യെത്തി പിടിക്കാവുന്ന രീതിയിലാണ് ഈ മരുന്നുകളും മറ്റൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മുതിർന്നവരുടെ മരുന്നുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ എന്തെങ്കിലും അവർ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ തുറന്ന് എന്താ പറയുന്നേ? ഉണ്ടായിട്ടുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? കുഞ്ഞുങ്ങൾ കയ്യിൽ പിടിക്കാൻ നോക്കിയിട്ടുണ്ടോ മരുന്നുകളും മറ്റുമൊക്കെ? ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നടക്കാൻ പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങള് ഇങ്ങനെ എടുത്തതായിട്ടൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ് മാം. ഒരാൾ പറയൂ, ഗ്രീഷ്മ പറയൂ, ഗ്രീഷ്മ ദേവി പറയൂ. ഉണ്ടായിട്ടുണ്ട് മാം, ഇപ്പോഴും ചെയ്യും. വെള്ളവും വെളിച്ചെണ്ണയും ഒക്കെ എടുത്ത് താഴെ ഇടലാണ് പണി. രണ്ടാളും ചെയ്യും. LKG-യിലാണ് ഒരാൾ പഠിക്കുന്നത്, ഒരാൾക്ക് 3 വയസ്സായിട്ട് ആവുന്നേ ഉള്ളൂ. രണ്ടാളും ചെയ്യും. രണ്ടാളും ചെയ്യും അല്ലെ? മരുന്നുകളൊക്കെ എങ്ങനെയാ നിങ്ങൾ സൂക്ഷിക്കുന്നേ? മുകളിലാണ് കൊണ്ടുവെക്കുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം പനി ഉണ്ടായിരുന്നോണ്ട് താഴെ വെച്ചിരുന്നു. താഴെന്ന് വെച്ചാല് ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിലാണ് വെക്കുന്നത്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ അത് മുഴുവൻ ഒഴിച്ചു കളഞ്ഞു, താഴെ ഒഴിച്ചു കളഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത് കുടിച്ചോ? കുറച്ചു കുടിച്ചു. അത് മുഴുവൻ ഒഴിച്ചു കളഞ്ഞു. ആൾക്ക് ആ മരുന്ന് ഡോളോപ്പാറാണ് കൊടുക്കുന്നത് പനി വരുമ്പോ. അപ്പൊ ആ സിറപ്പ് ഇഷ്ടാണ്. അപ്പൊ ആളത് കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഒഴിച്ചു കളഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു കുട്ടി എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. കുട്ടിയുടെ കുഞ്ഞ് ടർപ്പൈൻ എടുത്ത് കുടിച്ചു, പാരസെറ്റമോൾ എടുത്ത് കഴിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകാറുണ്ട്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, മരുന്നുകളൊക്കെ വിൽക്കുന്ന സ്ഥലമൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ, ഏറ്റവും താഴെയായിട്ടൊക്കെയാണ് വിൽക്കുന്നതെങ്കിൽ അവരുടെ കയ്യെത്തി പിടിക്കാവുന്ന രീതിയിലാണ് അത് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ അത് അവരെടുക്കും, തുറക്കും, എടുത്ത് കുടിക്കും അല്ലെ? മരുന്നുകളൊക്കെയാണ് കൂടുതൽ. ടാബ്ലറ്റ് ഒന്ന് പൊട്ടിക്കാൻ പ്രയാസമാണ്, ഗുളികകളുടെ രൂപത്തിലുള്ളതൊക്കെ ഇല്ലേ, പൊട്ടിച്ച് നമ്മൾ എടുക്കണ്ടേ. ഈ ഇതാവുമ്പോഴും കുപ്പിയിലുള്ള മരുന്നുകളൊക്കെ ആണെങ്കിൽ അത് തുറന്ന് എന്ത് ചെയ്യാം, അവർക്കത് കഴിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് പറഞ്ഞ, ആരാണ് എന്നെ വിളിച്ചതിപ്പോ? ഞാനാണ്. എന്റെ ഇളയപ്പാന്റെ മോള് മണ്ണെണ്ണ കുടിച്ചിട്ടുണ്ട് ചെറുതുണ്ടാവുമ്പോ. 2 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതെ, മണ്ണെണ്ണ
കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ താഴെ എവിടെയായിരുന്നു അത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നേ? അതൊക്കെ അന്വേഷിച്ചോ നിങ്ങൾ ഈ സംഭവത്തിന് ശേഷം? അത് പഴയ വീടാണ്. അപ്പൊ തട്ടിന്റെ മുകളില് ഓടിട്ട 2 ഇതുണ്ട്, തട്ടുണ്ട് വീട്. അപ്പൊ സ്റ്റെപ്പ് കയറി പോയിട്ട് മുകളിൽ വെച്ചിട്ടുണ്ടായത് എടുത്ത് കുടിച്ചത്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. പിന്നെ ചിലവര് സ്പ്രിന്റിന്റെ കുപ്പിയിലൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് വെക്കാറുണ്ട്. ഫ്രൂട്ടിയുടെ കുപ്പി എനിക്ക് തോന്നുന്നു പിന്നെയും കുഴപ്പമില്ല. സ്പ്രിന്റിന്റെ കുപ്പിയിലൊക്കെ ആകുമ്പോഴും മണ്ണെണ്ണയുടെ കളർ കാണാൻ കഴിയില്ല. സ്പ്രിന്റ് ആണെന്നേ വിചാരിക്കുള്ളൂ. ചില കുഞ്ഞുങ്ങളോ മുതിർന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ സ്പ്രിന്റ് ആണെന്ന് കരുതി കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക കേട്ടോ. ഇനി അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കുട്ടികളുടെ കണ്ണെത്താത്ത രീതിയിൽ എന്ത് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക. മരുന്നുകൾ, അതുപോലെ മണ്ണെണ്ണ, വെളിച്ചെണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളുടെ സൂക്ഷിക്കണം. മിസ്, എന്റെ മോനെ 1 രൂപ വിഴുങ്ങിയത് ഒരു വയസ്സ് പ്രായമുള്ളപ്പോ. പക്ഷെ അത് ഇറങ്ങി പോയങ്ങനെ തൊണ്ടയില് കുരുങ്ങിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞേ. ഹോസ്പിറ്റലിൽ എത്തിച്ചു വന്നിട്ട് അപ്പൊ തന്നെ? ഹോസ്പിറ്റലല്ല, നേഴ്സിനെ വിളിച്ചപ്പോ പറഞ്ഞ തൊണ്ടയില് ഇതായിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ ഇറക്കാൻ പറ്റില്ല, പക്ഷെ അത് ഇറങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കുഴപ്പമില്ലാത്തതെന്ന് പറഞ്ഞേ. ഇതുപോലെ എന്റെ അനിയനും ഉണ്ടായിട്ടുണ്ട്. എന്താ ഐശ്വര്യ? എന്റെ അനിയനും ഇതുപോലെ ചെറുതിലെ 50 പൈസ വിഴുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. പിന്നെ പിറ്റേ ദിവസമാണ് വയറിളക്കി കളഞ്ഞിട്ട് വയറ്റിക്കൂടെ എടുക്കുക ചെയ്ത്. സംഭവങ്ങളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചുറ്റിനും. എന്റെ മകൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മീൻസ് എന്റെ മകൾക്ക് 3 വയസ്സുള്ളപ്പോഴ് വാഷർ വിഴുങ്ങി, അറിഞ്ഞില്ല. ഈ ആസ്പെക്ടസ് ഷീറ്റിനകത്ത് അടിക്കുന്ന ഈ വാഷർ ഉണ്ടല്ലോ, അതിന്റെ കൂടെ അടിക്കുന്നേ, അത് അങ്ങനെ വിഴുങ്ങി. അച്ചാമ്മയും മോളും കൂടെ അങ്ങനെ മോള് നടന്ന് കളിക്കുന്ന പ്രായമായിരുന്നു. അപ്പോഴ് അതെടുത്ത് വിഴുങ്ങി. അമ്മ അറിഞ്ഞില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോ മോക്ക് നല്ല പനിയുണ്ടായി. പനിയെന്ന് വെച്ചാൽ ഭയങ്കര ചൂടും പനിയും. അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. 1-2 ദിവസം കഴിഞ്ഞിട്ടും പനി ഭയങ്കരം. എൻ്റെ പാല് കുടിക്കുന്ന സമയമായിരുന്നു. ആ പാലും പിന്നെ കുടിക്കാതെ അങ്ങായി. അങ്ങനെ ഒരു ദിവസം, അങ്ങനെ 2-3 ദിവസം അങ്ങായി. പിന്നെ വേറെ ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു ദിവസം ഉറക്കം എണീറ്റ് മോള് പഴം മേടിക്കുന്ന ഒരു സ്വഭാവമാണ് ഞങ്ങളുടെ വീട്ടിൽ. എന്നും പഴം വാങ്ങും. പാളയംകുടം പഴം അങ്ങനെ അവിടെ നിന്ന് എടുത്ത് മോള് തന്നെത്താനെ 2 എണ്ണവും കഴിച്ചു. അന്നേരം അമ്മ എന്നെ വഴക്ക് പറയുന്നു, മോക്ക് പനിയല്ലേ, അന്നേരം പിന്നെ ഈ പഴം കഴിച്ചാൽ എങ്ങനെ റെഡിയാന്ന്, പനി കൂടത്തില്ല. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കഴിക്കട്ടെ, എൻ്റെ പാലോ കുടിക്കുന്നില്ല. അങ്ങനെ എന്തായാലും പഴം കഴിച്ച് പിന്നെ കുഞ്ഞങ്ങ് മാണ്ടങ്ങ് ഉറങ്ങി ഒത്തിരി നേരം കഴിഞ്ഞിട്ട് മോക്ക് മലം പോയപ്പോൾ അതിനകത്ത് അച്ചാമ്മ നോക്കിയപ്പോൾ അതിനകത്ത് വാഷർ കിടക്കുന്നു. അങ്ങനെ കണ്ടുപിടിച്ചത് വാഷർ വിഴുങ്ങിയതായിരുന്നു. അങ്ങനെ ഒരു അനുഭവം. പിന്നെ അതിനുശേഷം പിന്നെ ചൂടും പോയി, പനിയും പോയി. അത് ഉള്ളിൽ നിന്ന് പോയതിന് ശേഷം പിന്നെ ആ പനിയും എല്ലാം അങ്ങ് മാറി അന്നേരം. മറ്റേ എന്ത് മരുന്ന് കൊടുത്തിട്ടും അത് മാറുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മോക്ക് 13 വയസ്സായി. മോക്ക് 3 വയസ്സുള്ളപ്പോഴായിരുന്നു സംഭവം. ഞാനിതുപോലെ MLT കഴിഞ്ഞതാണ്. ഹോസ്പിറ്റലിൽ ട്രെയിനിങ് പീരീഡിൽ ഒരു കേസ് വന്നു. അപ്പൊ നമ്മൾ ട്രെയിനിങ് ആവുമ്പോൾ നമുക്ക് ICU എല്ലായിടത്തും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പൊ മെയിൻ നഴ്സ് വിളിച്ചിട്ടായിരുന്നു, ഒരു കേസ് വന്നിട്ടുണ്ട്, എനിക്ക് കാണണമെങ്കിൽ വന്നോന്ന് പറഞ്ഞു. അപ്പൊ ചെറിയൊരു കുട്ടിയാണ്. അത് എലിവേഷൻ ഉണ്ടായിരിക്കില്ലേ, അതിന്റെ ട്യൂബ് ഉണ്ട്. അത് കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പാരന്റ്സ് കൊണ്ടുവന്നെ. കൊച്ചിനെ എടുത്തിട്ട് നമ്മളെ അകത്തോട്ട് കയറും. ഈ പാരന്റ്സ് ഒക്കെ പുറത്തല്ലേ നിൽക്കുന്നേ. അയ്യോ, ആ കൊച്ചിനെ കാട്ടണ കണ്ടിട്ട് അന്ന് ഞാൻ 4-5 പേര് എന്നെ പിടിച്ചമർത്തി കടത്തണം കുട്ടിനെ. എന്നിട്ട് മുഖ കൂടി വയറിട്ട് കുട്ടിനെ വൊമിറ്റ് ചെയ്യണം. കുട്ടി അതിന്റെ ഉള്ളിൽ കടന്ന് പെടയെന്ന് കണ്ട്. എനിക്ക് അത്ര പോകുന്നൊരു മോളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെയും കൊണ്ട് ഇത് കാണാൻ കഴിയൂല എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ആ പാരന്റ്സിനെ കുറെ വഴക്ക് പറഞ്ഞു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആ കൊച്ച്. നമ്മൾ പുറത്തിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടി അതിന്റെ ഉള്ളിൽ അനുഭവിക്കണ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ശരിക്ക് കണ്ടതാ. എനിക്ക് അത് കണ്ടിട്ട് ഇന്നും അത് പറയുമ്പോ കരച്ചില് വരും. എനിക്ക് എന്റെ മോളുണ്ടായിരുന്നു, അതുപോലത്തെ ഒരു മോള് കടന്ന് പെടയാണ്. നമ്മൾ കാല് പിടിച്ചമർത്തണുണ്ട്, കൈ പിടിച്ചമർത്തണം. നമ്മൾ അനസ്തേഷ്യ ഒന്നും കൊടുക്കില്ല. പച്ചക്കാണ് നമ്മൾ മൂക്ക് കൂടി വയറിറക്കിയിട്ട് ഇങ്ങനെ പുറത്തെടുക്കുക. എന്ത് വിഷം കഴിച്ചാലും അത് ഛർദ്ദിച്ച് വോമിറ്റ് പോരണം.
ബ്ലഡിന്റെ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉണ്ട് എന്നാണ് പറയാ. പക്ഷെ കുട്ടി കഴിച്ചതിൽ ബ്ലഡിന്റെ കണ്ടന്റും കാര്യങ്ങളും ഒന്നുമില്ല. പാരന്റ്സ് ഇങ്ങനെ വായിലോട്ട് കൊണ്ടുപോണതോട് കണ്ടിട്ട് സംശയത്തിന്റെ പേരിൽ കൊണ്ടുവന്നതാ. എന്നാൽ പോലും ആ കുട്ടി അത്ര അതിന്റെ അകത്ത് അനുഭവിക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം ഞാൻ ഐസ് അങ്ങനത്തെ കുറച്ച് പിള്ളേര് വരുന്നതിന് ഞാൻ പാരന്റ്സിന് കുറെ വഴക്കായിരുന്നു. മേലിൽ ഇങ്ങനെ കുട്ടികളെ കാണുന്നിടത്ത് ഒരു സാധനങ്ങളും വെക്കാൻ നിൽക്കരുത്. നമ്മൾ പുറത്തിരുന്ന് കരയോ, പക്ഷെ ആ കുട്ടി അതിന്റെ അകത്ത് കടന്ന് പെടയാണ്. ഈ നമ്മളൊരു അനസ്തേഷ്യ മയക്കുമരുന്ന് ഒന്നും കൊടുക്കണില്ല, നമ്മളൊരു ശരീരത്തിൽ പച്ച കൊടുക്കന്നെ ചെയ്യല്ലേ. എന്തോളം മൂക്കിലൂടെ വയറ്, 2 മൂക്കിലൂടെ വയറ്, വായിലൂടെ വയറ്, ഇതൊക്കെ കുട്ടീന്റെ അകത്തോട്ട് കയറ്റിയിട്ടാണ് നമ്മൾ പുറത്തെടുക്കുക. അതാരും അറിയുന്നില്ല. അന്ന് കണ്ടതോടെ ഞാൻ അവിടെ നിന്ന് മതിയാക്കി. ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല അല്ലേ? ഇപ്പൊ പോകുന്നുണ്ടോ? ഞാൻ പാരാമെഡിക്കൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. ആണല്ലേ? ഓക്കെ. പക്ഷെ എനിക്കിന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരെ പഠിപ്പിക്കുകയാണ്. അതിൽ ഇങ്ങനെ വന്നതാ. അങ്ങനെ വന്നതാണ് അല്ലേ? വീട് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അറിയോ? പെരിന്തൽമണ്ണ. ഓക്കെ. പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞപ്പോ പഞ്ചായത്തിൽ ചെറുതായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര പാഷനല്ലേ, ഒരു സ്മാർട്ട് ശ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്, ഇത്ര എമൗണ്ടേ ഉള്ളൂ. ഞാൻ ഡിഗ്രി കഴിഞ്ഞതാ, ഒന്ന് PG മോണ്ടിസോറി എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് പറഞ്ഞിട്ട് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാ. ഒരു പാഷൻ, എനിക്ക് ചെറിയ പിള്ളേരെ പഠിപ്പിക്കാൻ പോകുക പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമ്മള് മരുന്നുകളുടെ കാര്യം പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് വയറുകള് ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഇലക്ട്രിക് വയേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്ത് ചെയ്യണം? ഇൻസുലേറ്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ കുട്ടികൾ എന്താ ചെയ്യാ? ഇൻസുലേറ്റ് ചെയ്തില്ലെങ്കില് കഴുത്തിലൊക്കെ എടുത്ത് ചുറ്റും, എന്താ കഴുത്തിലൊക്കെ എടുത്ത് ചിലപ്പോ ചുറ്റും. അതെ. കഴിക്കാനൊക്കെ സാധ്യതയുണ്ട് കൂടുതൽ. വയസ്സൊക്കെ എടുത്തിട്ട് ആരുമില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ ചിലപ്പോ അടുക്കളയിൽ പണിയിലായിരിക്കും, കുഞ്ഞവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടാവും. വയറൊക്കെ കണ്ടു കഴിഞ്ഞാല് ചിലപ്പോ കടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴുത്തിൽ ചുറ്റുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ടെൻഡൻസി കൂടുതൽ കണ്ടുവരാറുണ്ട്. അപ്പൊ അത് ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിയാം. അതായത് ഇപ്പോ ഒരു ഗ്ലാസ് കുട്ടി തട്ടിമറിച്ചിട്ടു, അവിടെ അത് വീണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടി താഴെ വീണ് ചെതറിക്കിടന്നു, അപ്പൊ തന്നെ എന്ത് ചെയ്യുക? അത് അടിച്ചു മാറ്റുക. ചിലപ്പോ ചില തരികൾ ഉണ്ടാവും, കുട്ടി ചില തരികളൊക്കെ ഉണ്ടാവും, ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ തന്നെ എന്ത് ചെയ്യുക? നമ്മളത് ക്ലീൻ ചെയ്യുക. ഒരു തരി പോലും ഇല്ലാണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നമ്മൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഒരു തരി പോലും ഇല്ലാണ്ട് എന്ത് ചെയ്യുക? ഇത് ക്ലീൻ ചെയ്യുക. വേണമെങ്കിൽ അത് അവിടെ നിന്ന് തുടയ്ക്കാം, നമുക്ക് സ്വീപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് മാറ്റുക. ചില കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യുക? മാറ്റുക കേട്ടോ. പിന്നെ കുട്ടികളുടെ അടുത്ത് ചിലപ്പോ ചിലവര് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുന്നുണ്ടാവും ചില്ലുകളൊക്കെ, ചിലപ്പോ കുഞ്ഞ് അവിടെ നിന്ന് ചെന്നെടുത്തെന്ന് വരും, അത് മറിച്ചിട്ടെന്ന് വരും. അപ്പൊ ദൂരേക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ മുറിഞ്ഞു കിടക്കുവാണെങ്കിൽ, അതിൽ പൊട്ടിക്കിടക്കുവാണെങ്കിൽ അത് കളയാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പോ ഫ്ലോറിൽ തറയില് വെള്ളം വീഴുവാണെങ്കിലോ അല്ലെങ്കിൽ ഓയില് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വീഴുവാണെങ്കിലോ അപ്പൊ തന്നെ തുടച്ചു മാറ്റുക. നിങ്ങൾ ചെയ്യാറുണ്ടതൊക്കെ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഓക്കെ. അപ്പൊ ഒത്തിരി വെള്ളമായാൽ പോലും നമ്മുടെ വീടുകളൊക്കെ ഇപ്പൊ ടൈലാണ്, പെട്ടെന്ന് തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ തന്നെ എന്ത് ചെയ്യുക? അത് തുടച്ചു കളയുക കേട്ടോ. ഓയിൽ വീണാലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്നാവാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം സംഭവിക്കുന്നതാവാം ഓയിലൊക്കെ താഴെ വീഴുന്നത്. കുട്ടികളുള്ള വീടുകളാണെങ്കിൽ അവരിങ്ങനെ ഓടി നടക്കുന്നുണ്ടാകും. അപ്പൊ അതിനു മുമ്പ് തന്നെ അവരെ പ്രത്യേകം ഒരു മുറിയിലേക്ക് മാറ്റിയിട്ട് അവിടെ ക്ലീൻ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രം കുട്ടികൾ അവിടെ കളിക്കാനായിട്ട് അനുവദിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുള്ള വീട്ടിൽ നിർബന്ധമായിട്ടും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഫസ്റ്റ് എയ്ഡ് ബോക്സ്? ഉണ്ടോ? എന്തിനാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഉപയോഗം ഒന്ന് പറയാമോ ആരെങ്കിലും? To give immediate action. To give immediate action. Okay. പിന്നെ പെട്ടെന്ന് ഒരു അടിയന്തരമായിട്ടൊരു സാഹചര്യം, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല്
നമ്മൾ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് എന്താണ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ, ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ സഹായം തേടുക എന്നുള്ളത് അല്ലെ. നിർബന്ധമായിട്ടും എന്ത് വേണം, ഒരു വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അപകട സാധ്യതയുള്ള ഗെയിമുകളോ അതുപോലെ തന്നെ പടക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ വിഷു ആ സമയമൊക്കെ ആവുമ്പോൾ, ദീപാവലി ആ സമയമൊക്കെ ആവുമ്പോൾ വീടുകളിലൊക്കെ ധാരാളം പടക്കങ്ങളൊക്കെ വാങ്ങിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വാങ്ങിക്കുമ്പോൾ അപകട സാധ്യതയുള്ള പടക്കങ്ങൾ അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കുന്ന ഗെയിമുകൾ, അതും റിസ്കി ആയിട്ടുള്ള ഗെയിമുകളൊക്കെ എന്താണ് കളിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക. നിങ്ങൾ റിസ്കി ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി വലുതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ പടക്കങ്ങളൊക്കെ കത്തിക്കാനായിട്ട് കൊടുക്കാറുണ്ടോ? എങ്ങനെയാണ് ചെയ്യുന്നത്? ഇല്ല മാം, കൊടുക്കാറില്ല. ഗെയിംസ് ഒന്നും അങ്ങനെ കളിക്കാറില്ല. പടക്കം, ഈ കമ്പിത്തിരി പോലത്തെ സാധനങ്ങളൊക്കെ അത് കൊടുക്കാറുണ്ട് അല്ലെ. അത് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. കണ്ണിലൊക്കെ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന്റെ തരി നമ്മള് വരുന്ന കോലില് കുത്തി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതാവുമ്പോ കയ്യിൽ തെറിക്കില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു തെറിക്കാത്ത തരം കമ്പിത്തിരികൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, സ്മൂത്ത് ആയിട്ട് കത്തുന്ന. അധികം പ്രശ്നങ്ങൾ ചിലത് നമ്മുടെ കയ്യിലൊക്കെ പെട്ടെന്ന് തീ പെട്ടെന്ന് ഇതാവില്ലേ, ടച്ച് ചെയ്യില്ലേ ചില കമ്പിത്തിരി കത്തില്ല, റഫ് ആയിട്ടുള്ള കമ്പിത്തിരികൾ. പെൻസിൽ ക്രാക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട് മാം. ചുമ്മാ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കത്തുക അല്ലെ. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികള് എന്താണ് റിസ്കി ആയിട്ടുള്ള ഗെയിംസ് കളിക്കാറുണ്ട് മൊബൈലില്. ഏതൊക്കെയാണ് റിസ്കി ആയിട്ടുള്ള ഗെയിംസ്? എക്സാമ്പിൾ ഒന്ന് പറയാമോ? നമ്മുടെ എന്താണ് വാർത്തകളിലൊക്കെ ചില സമയത്ത് ഗെയിംസിന്റെ ഒക്കെ എന്താണ് ന്യൂസ് ഭയങ്കരമായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ബ്ലൂ വെയിൽ ഗെയിം. ഇതൊന്നും തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ എന്ന് അറിയില്ല, ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരു വാർത്ത ഉണ്ടായിരുന്നു. ബ്ലൂ വെയിൽ ഗെയിം കളിച്ചിട്ട് കുട്ടികൾ രണ്ടുപേരോട്ടെന്താണെന്ന് തോന്നുന്നു മരണത്തിന് കീഴടക്കി എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. ആത്മഹത്യ ശ്രമിച്ചു എന്നുള്ളത് പാരന്റ്സ് അറിയാതെയാണ്. പ്രത്യേകിച്ചും ഈ ജോലിക്കൊക്കെ പോകുന്ന അച്ഛനമ്മമാരുണ്ടല്ലോ, ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ഫാമിലീസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയുള്ള കുട്ടികള് എന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടായിരിക്കുക. അച്ഛനമ്മമാര് പോകുന്നു, ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാകും, ചിലപ്പോൾ ഒരു മുതിർന്നവരൊക്കെ ആണെങ്കിൽ പ്രായം ചെന്നവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം എന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്കായിരിക്കും ഫ്ലാറ്റിൽ ഉണ്ടാവുക. അപ്പൊ കുട്ടിക്ക് വേറെ പുറത്തുള്ള നമ്മളൊക്കെ എന്താണ് വളർന്നു വന്ന ഒരു ശീലമല്ല ഇപ്പൊ കുട്ടികൾക്കുള്ളത് അല്ലെ. നമ്മൾ സ്കൂൾ വിട്ട് വരുന്നു, സ്കൂളിന് പുറത്തേക്ക്, അതായത് ചായ കുടി കഴിഞ്ഞിട്ട് വേഗം എന്ത് ചെയ്യുന്നു, കളിക്കാനൊക്കെ ഗ്രൗണ്ടിലേക്കൊക്കെ പോയിരുന്ന കാലഘട്ടമാണ് നമുക്ക് ഉണ്ടായിരുന്നത്, ആ ഫ്രീ ഫയർ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. ഒരു 4 ചുവരിന്റെ ഉള്ളിലാണ് അവരുടെ ലോകം സൃഷ്ടിക്കുന്നത് അല്ലെ. അതിനപ്പുറം ഒരു ലോകം അവർക്കില്ല. അപ്പൊ ആ 4 ഭിത്തിയുടെ ഉള്ളിൽ അവർക്ക് അറിയാവുന്ന ഏതൊരു കാര്യം, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൊബൈൽ ഗെയിം കളിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അച്ഛനമ്മമാരൊക്കെ ജോലിക്ക് പോകുന്ന സമയമാണെങ്കിൽ കുഞ്ഞെന്ത് ചെയ്യും, ഇതെടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. വേറെ ആരുമായിട്ട്, ഒറ്റ കുട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, വേറെ ആരും കളിക്കാനില്ല, നെയ്ബേഴ്സ് ആയിട്ടുള്ള കുട്ടികളില്ല, ഫാമിലിയിൽ തന്നെ ആരുമില്ല. അപ്പൊ ആ കുട്ടിയുടെ ആശ്രയം എന്ന് പറയുന്നത് എന്താണ്, മൊബൈൽ ഫോണാണ്. അതുമായിട്ടാണ് ആ കുട്ടി ആ ലോകം തീർക്കുന്നത് അല്ലെ. പബ്ജി, ഫ്രീ ഫയർ, ബ്ലൂ വെയില് പോലുള്ള ഗെയിമുകളൊക്കെ എന്ത് ചെയ്യും, കുട്ടി കളിക്കും. അപ്പൊ ഇത് ഒന്നും അറിയാതെ ആയിരിക്കും പാരന്റ്സ് ഉണ്ടാവുക. ചിലപ്പോൾ പാരന്റ്സിന് ശ്രദ്ധിക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നു വരില്ല. അപ്പൊ കുട്ടി ഈ ഗെയിം കളിച്ച് ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയും ലാസ്റ്റ് മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്കൊക്കെ ഇരുത്തി ഇതുപോലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ കുട്ടികൾ കളിച്ചോട്ടെ, മൊബൈൽ കൊടുക്കണ്ടെന്നല്ല പറയുന്നത്. കുറച്ച് സമയം കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാം. കാരണം ചില ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ അവരുടെ മാത്തമാറ്റിക്കൽ സ്കില്ല് കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ ചെയ്യുക. അപ്പൊ കളിക്കേണ്ടെന്നല്ല, പക്ഷെ റിസ്കി ആയിട്ടുള്ള അവരെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആസ് എ പാരന്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ കുട്ടി എന്താണ് മൊബൈലിൽ കളിക്കുന്നതെന്ന് നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നല്ല ഗെയിംസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിന് ഇതാവുന്ന ഗെയിംസ് ഒക്കെ ആണെങ്കിൽ കുറച്ചു നേരം കുട്ടികൾക്ക് കൊടുക്കാം, യാതൊരു പ്രശ്നമില്ല. പക്ഷെ റിസ്കി ആയിട്ടുള്ള ഗെയിംസിലോട്ടൊക്കെ കുട്ടികൾ പോവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരു 2 weeks ബിഫോർ ഒരു ന്യൂസ് ഉണ്ടായി. ഇതുപോലെ ഒരു മോൻ അത് ഫുൾ ഗെയിമിൽ അഡിക്റ്റ് ആയിട്ട് അമ്മ അത് വാങ്ങിക്കുമ്പോ അമ്മേന്റെ തലക്കിട്ട് ഒരു വെട്ട് കൊടുത്തു. ജസ്റ്റ് ഇപ്പൊ 2 weeks മുമ്പ് ഞാൻ കണ്ടതാണ്.
2 weeks മുമ്പ് കണ്ടതാണ് അല്ലേ? ശരിയാണ്. കുട്ടികൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു കുട്ടികൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് ഉള്ള സ്കൂളുകൾക്കൊക്കെ ഇപ്പൊ വെക്കേഷൻ ആണ് അല്ലെ? ഇപ്പൊ കുട്ടികൾ പരീക്ഷയ്ക്ക് ലീവ് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ മിക്കവാറും എല്ലാ കുട്ടികളും മൊബൈല് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. കാരണം കുട്ടികളെ എല്ലാവരും അതിന് അഡിക്ഷൻ ആയി അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയി. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കുറെ വാർത്തകൾ കണ്ടല്ലേ? കുട്ടിയെ തല്ലിക്കൊന്നുള്ള തലച്ചോറ് പുറത്തുനിന്നു എന്നൊക്കെ പറഞ്ഞ ഞങ്ങള് വാർത്ത ഉണ്ടായിരുന്നോ? റീസെന്റ് 2-3 ദിവസം മുമ്പ്. കോഴിക്കോടല്ലേ? അതെ കോഴിക്കോടാണെന്ന്. അപ്പൊ ഇത്തരത്തിൽ അതായത് കുറേയധികം ഇത്തരത്തിലുള്ള അതായത് കുട്ടികളിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രവണതകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള അറ്റാക്ക് അല്ലെങ്കിൽ ആക്രമണശക്തി പോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കുട്ടികളിലാണ് കണ്ടുവരുന്നത്. അപ്പൊ പലതും അത് മൊബൈലിൽ തന്നെയാണ്, എല്ലാത്തിനും മൊബൈലിലാണ് സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാത്തിനും സോഴ്സ് ആയിട്ട് മൊബൈൽ തന്നെയാണുള്ളത്. മൊബൈൽ കൊടുത്തില്ലെങ്കിൽ അത്രയും നല്ല കാര്യം എന്നാണ് പറയുന്നത്. പക്ഷെ നല്ല രീതിയിലുള്ള സ്കില്ലിനും കൂടി മൊബൈൽ യൂസ്ഫുൾ ആവുന്നുണ്ട്. നമുക്കായാലും അറിയാലോ, അതായത് നമ്മളിപ്പോ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷെ അത് ചീത്ത കാര്യത്തിലേക്ക് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്കും അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും നമ്മള് സ്കൂൾ വണ്ടികളാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും ആളുകൾ സ്കൂൾ ബസ്സുകളും വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റുമ്പോഴും അല്ലെങ്കിൽ വീട്ടില് സ്കൂൾ ബസ് വരുമ്പോൾ കുട്ടിയെ ഇറക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾ അങ്ങനെ? നടന്നുകൊണ്ട് കൊണ്ടുപോകുന്നത് ഇവിടെ അടുത്താണ് സ്കൂള്. ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് സ്കൂൾ ബസ്സിന്റെ. അതായത് കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു, വീട്ടില് എത്തുന്നു, സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്തോ കുട്ടി അതിന്റെ ടയറിനിടയിൽ പോവുകയോ അങ്ങനെ മരിക്കാനിടയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ നമ്മൾ സ്കൂൾ വണ്ടിയിൽ കയറ്റുമ്പോഴും അതുപോലെ തന്നെ ഇറക്കുമ്പോഴും ഒക്കെ നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കേബിള് വയറ് തട്ടിയിട്ട് കുട്ടി വീണ് ടയറിന്റെ അടിയിൽ പോയി. അതെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഇടയുണ്ട്. അപ്പൊ നമ്മളത് പ്രത്യേകം. എന്താ? ഇവിടെ കൊച്ചങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അന്നൊരു സ്കൂൾ ബസ് നിർത്തിയിട്ടേക്കാണ്. ഈ കൊച്ചു ഇറങ്ങിയപ്പോ സ്കൂൾ ബസ് പോവാനായിട്ട് ഇരിക്കാന്ന്. അപ്പൊ ഭയങ്കര വണ്ടികളുടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൊച്ചു വീട്ടിലേക്ക് വന്നപ്പോ ആരുമില്ല വീട്ടില്. ആ കൊച്ചിന്റെ അമ്മയുടെ വീട്ടിൽ പോയേക്കാണ് എല്ലാവരും. അങ്ങനെ എന്ത് ചെയ്തു, കൊച്ചു തിരിച്ചു വന്ന് അങ്ങനെ എവിടെയോ തട്ടി. അപ്പൊ എന്ത് ചെയ്തു, വണ്ടി ബാക്കിലേക്ക് എടുക്കാന്ന്. അപ്പൊ ഈ കൊച്ചു എന്ത് ചെയ്തു, തട്ടി എന്തോ കമ്പിലെങ്ങാണ്ട് തട്ടി വീണ് ടയർ കയറി ഇറങ്ങിപ്പോയി ആ കൊച്ചിന്റെ മേത്തേക്ക്. കൊച്ചു ആ സ്പോട്ടിന് മരിക്കുകയും ചെയ്ത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാമെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകം അത് നമ്മൾ ഗൗരവത്തിൽ തന്നെ കാണാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു 3-4 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. വയനാട്ടിലാണെന്ന് തോന്നുന്നു. വയനാട്ടിലാണോന്ന് അറിയില്ല, അതുപോലെ പാലക്കാടാണോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. 3-4 കൊല്ലം മുമ്പുള്ളതാണ്. ബക്കറ്റിൽ വീണ ഒരു കുഞ്ഞ് മരിക്കുകയുണ്ടായി. ഒരു 1-2 വയസ്സ് ആ പ്രായത്തിനിടയിലുള്ള ഒരു കുഞ്ഞാണ്. അമ്മ വാതിക്കൽ നിന്ന്, അതായത് വരാന്തയിൽ നിന്ന് കുഞ്ഞിനെ കുളിപ്പിക്കുകയായിരുന്നു. അപ്പൊ കുഞ്ഞിനെ എന്ത് ചെയ്തു, ബക്കറ്റിൽ വെച്ചിട്ടാണ് ഇവര് കുളിപ്പിച്ചത്. അപ്പൊ ടാപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. ഇവര് ബക്കറ്റിൽ നിർത്തിക്കൊണ്ട് സോപ്പ് എടുക്കാനായിട്ട് വീടിന്റെ അകത്തോട്ട് പോയി. തിരിച്ചു വരുമ്പോ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ടാപ്പ് അവർ ഓഫ് ചെയ്തായിരുന്നോ? ടാപ്പ് തുറന്നിട്ടുണ്ട്, ബക്കറ്റിൽ നിർത്തി, ബക്കറ്റിൽ വെള്ളം നിറഞ്ഞു, കുഞ്ഞിന് ശ്വാസം കിട്ടിയില്ല, കുഞ്ഞ് മരിച്ചു. അപ്പൊ തന്നെ സ്പോട്ടിൽ വെച്ച് മരിച്ചു. 1-2 വയസ്സുള്ള കുട്ടിയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പാടുണ്ട്. അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ആരെങ്കിലും ടാപ്പ് തുറന്ന് സോപ്പ് എടുക്കാനായിട്ട് പോവോ? അവർ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് സോപ്പ് എടുക്കാനായിട്ട് അകത്തേക്ക് ചെന്നിട്ടുണ്ടാകും. ടാപ്പ് തുറന്ന് കിടപ്പിടുന്നുണ്ടായിരുന്നു, കുഞ്ഞ് മരിച്ചു അപ്പൊ തന്നെ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഇടയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇതും ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ എനിക്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകണം നിർബന്ധമില്ല, കിണറുകൾ ഉണ്ടാവാറുണ്ട്.
ചില പ്രദേശത്ത് എന്ന് പറഞ്ഞാല് കുഴൽക്കിണർ പോലെ ആയിരിക്കും. അതായത് അടിയിലോട്ട് ഭയങ്കര ചില ഏരിയകളിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. അതായത് എനിക്ക് തോന്നുന്നു പൊക്കത്തിലുള്ള ഏരിയയിലൊക്കെയാണ് കൽപ്പൊടി പ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. കിണറിന് ഭയങ്കര ആഴമായിരിക്കും. പക്ഷെ അതിന് എന്താ പറയാ പൊക്കം ഉണ്ടാകണം എന്നില്ല. അങ്ങനെയുള്ള കിണറുകൾ ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ആരെങ്കിലും വീട്ടിലുണ്ടാവും. ഭയങ്കര ആഴം ഉണ്ടായിരിക്കും, പക്ഷെ പൊക്കം ഉണ്ടാവണം എന്നില്ല, ഹൈറ്റ് ഉണ്ടാവണം എന്നില്ല കിണറിന്. അപ്പം നമ്മുടെ നടക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ നടക്കുന്ന ആ ഒരു പ്രദേശം ഉണ്ടല്ലോ, അതിനോട് ചേർന്നിട്ടായിരിക്കും കിണറിന്റെ വായുഭാഗം വരുന്നത്. അങ്ങനെയുള്ള കിണറുകൾ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട് മാം. ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന് പ്രോപ്പർ ആയിട്ട് ഇത് മൂടിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? തട്ടി വീഴും. അതായത് കുഞ്ഞ് കളിക്കുകയൊക്കെ ആണെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞ് കളിക്കുവാണെങ്കിൽ കുഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ അവിടെയൊക്കെ ഓടി കളിക്കുന്നുണ്ടാകും. കിണറ് പ്രോപ്പർ ആയിട്ട് മൂടിയിട്ടില്ലെങ്കിൽ കുഞ്ഞ് കിണറ്റിലേക്ക് പോവുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് വായുഭാഗം ഭയങ്കര ആഴമുള്ള കിണറാണ്, പക്ഷെ അതിന് ഹൈറ്റ് ഇല്ല. ആ കുട്ടി നടക്കുന്നതിനോടനുബന്ധിച്ചിട്ടായിട്ടാണ് അതിന്റെ വായുഭാഗം വരുന്നത്. തട്ടി എന്ത് ചെയ്തു? അതിനകത്തോട്ട് വീണു, കുഞ്ഞ് മരിക്കുകയും ചെയ്തു. ഭയങ്കര ആഴമുള്ള കിണറാണ്. അപ്പൊ കുഞ്ഞിനെ കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ആ ഒരു സംഭവം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം കിണർ മൂടാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ കിണറുകളൊക്കെ ഉണ്ടെങ്കിൽ, അതിപ്പോ ഹൈറ്റ് ഉള്ള കിണറായിക്കോട്ടെ ഹൈറ്റ് ഇല്ലാത്ത കിണറായിക്കോട്ടെ, പ്രോപ്പർ ആയിട്ട് അത് മൂടി വെക്കാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ മൂടി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ നമ്മള് സേഫ്റ്റി മെഷേഴ്സ് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അപകടം പറ്റുമെന്ന് പറയാം. നമ്മുടെ ഗായക PS ചിത്രയുടെ കുട്ടി മരിച്ചത് അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ ഉപയോഗിക്കുന്ന ട്യൂബില് തലച്ചെരിഞ്ഞ് വീണിട്ട് മുകളിലേക്ക് പൊന്തി വരാൻ കഴിയാതല്ലേ ആ കുട്ടി മരിച്ചത്? അതെ അതെ, അങ്ങനെയാണ് മരിച്ചത്. അങ്ങനെയുള്ള സംഭവങ്ങൾ. സിനിമയാണോന്നോ? ഉണ്ടല്ലേ ഇല്ലേ? കുട്ടി വീണതിനെ പറ്റിയിട്ട്. കുഴൽക്കിണറിൽ വീണതാണോ? അത് കുഴൽക്കിണറിൽ വീണത് പഴയ സിനിമ. ഇൻസിഡന്റ് ആയിട്ടുണ്ട് മാം. ഇവിടെ നമ്മളിവിടെ കർണാടകയിൽ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇൻസിഡന്റിനെ പറ്റിയാണ് ആ ഒരു സിനിമ വന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പൊ ഓർത്ത് നോക്കി ആ കുട്ടി എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നമുക്കറിയാലോ, നമുക്ക് തന്നെ അറിയാം കുറച്ചു നേരം ശ്വാസം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്. ഒരാള് കുറച്ചു നേരം നമ്മുടെ വായു മൂടി പിടിച്ചാല് നമ്മൾക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ട് തോന്നാം. അതുപോലെ തന്നെ ആയിരിക്കില്ലേ ആ കുഞ്ഞുങ്ങൾ. അപ്പൊ കുഞ്ഞുങ്ങളാവുമ്പോ എത്രത്തോളം അവര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതാണ്, ഇതും നമ്മുടെ ഇതിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു കുട്ടിക്ക് 11 വയസ്സുണ്ട്. ഏകദേശം ഒരു മുതിർന്ന കുട്ടിയാണ്. കുട്ടി ഇപ്പൊ സ്കൂള് വിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലെ അമ്മമ്മയാണ് ഉണ്ടായിട്ടുള്ളത്. അച്ഛനമ്മയ്ക്ക് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മമ്മയോട് പറഞ്ഞു, എനിക്ക് കഴിക്കാൻ ഭക്ഷണം വേണം. 4 മണി വിട്ട് കുഞ്ഞ് സ്കൂളിൽ വരെയാണ്. അപ്പൊ ചോറ് വേണം എന്ന് പറയാണ്. 4 മണി വിട്ട് കുഞ്ഞ് ചോറാണ് തിന്നുന്നത്. അമ്മമ്മ ചോറ് എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയി, കുഞ്ഞു പുറത്തേക്ക് പോയി. അപ്പോ അവിടെ അവരുടെ ചുറ്റും വെള്ളക്കെട്ടാണ്. അതായത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ വെള്ളക്കെട്ടാണ്. പിന്നെ അങ്ങോട്ട് പോയി അനു തോമസ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. അനു തോമസേ, അമ്മമ്മ ചോറ് എടുത്തുകൊണ്ട് വരാന്തയിലോട്ട് വന്നപ്പോ കുഞ്ഞിനെ കണ്ടില്ല. വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അങ്ങനെ വന്നിട്ട് അനു തോമസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. പാരന്റ്സ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്തു? അന്വേഷിക്കുകയാണ്. ചുറ്റുപാടൊക്കെ അന്വേഷിച്ചു, റോഡിലൊക്കെ അന്വേഷിച്ചു. കുഞ്ഞിനെ എവിടെയും കാണുന്നില്ല. പോലീസിനെയൊക്കെ അറിയിച്ചു. പോലീസും വരികയാണ് തിരയാനായിട്ട്. കുഞ്ഞ് പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ ഇവര് വൃത്തി വെള്ളക്കെട്ടിലോട്ട് കുഞ്ഞ് പോകുന്നുള്ളൊരു ചിന്തയില്ല കേട്ടോ. ഇവര് വേറെ സ്ഥലത്തൊക്കെയാ തിരയുന്നത്. പിറ്റേ ദിവസമായി കുഞ്ഞിനെ കിട്ടുന്നില്ല. പിന്നെ കുറച്ചും കൂടി നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ ബോഡി അവിടെ പൊന്തുകയാണ് ചെയ്തത്. ഇപ്പൊ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടാനായിട്ട് അനുവദിക്കരുത്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് പെൺകുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും ഷോളൊക്കെ എടുത്ത് കളിക്കാനായിട്ട് അല്ലെ. അങ്ങനെ എടുത്ത് കളിക്കുന്നവരുണ്ടോ? സാരിയൊക്കെ ചുറ്റി കളിക്കുന്നവരുണ്ടോ നിങ്ങളുടെ വീട്ടില്? കുഞ്ഞുങ്ങളെ ഉണ്ടല്ലേ? ഷോളൊക്കെ കളിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? കുഞ്ഞിന്റെ കഴുത്തൊക്കെ ചുറ്റാനായിട്ട് സാധ്യത കൂടുതലാണ് അല്ലെ.
ആ ഉണ്ട്. ഷോളും പുതപ്പും ഒക്കെ എടുത്ത് തലയിൽ കൂടെ ഇടും, എന്നിട്ട് പേടിപ്പിച്ച് കളിക്കും. എപ്പോഴും അതന്നെ പണി. അപ്പൊ ഇത് എപ്പോഴും അത് തന്നെയാണ് പണി അല്ലേ? അപ്പൊ അത് കൊടുക്കുമ്പോ ശ്രദ്ധിക്കുക പ്രത്യേകം, കാരണം കഴുത്തിൽ കുരുങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഷോളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവരത് ചെയ്യുമ്പോൾ ചിലപ്പോൾ കഴുത്തിൽ കുടുക്കിയിടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ശ്വാസമുട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഗ്യാസ് നിങ്ങൾ കുട്ടികൾക്ക് ഗ്യാസ് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാറുണ്ടോ? ഇല്ല എന്താണ് ഷംന നിഷാദെ പറഞ്ഞത്? ഞാൻ അടുക്കളയിൽ പാചകം ചെയ്തോണ്ടിരിക്കുമ്പോ വരും മാം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. എന്തെങ്കിലും ബക്കറ്റോ കസേരയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊണ്ട് വന്ന് ബക്കറ്റ് ആണെങ്കിൽ അതിനെ കമത്തിയിടും, എന്നിട്ട് അതിന്റെ മണ്ടേ കയറി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരുക്കി കളിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതെ. അപ്പോ ഇതും നടന്നൊരു സംഭവമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത് ഒരു വീട്ടിൽ, അതായത് വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അവിടെ അച്ഛനും അമ്മയുണ്ട്, 3 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അതായത് അച്ഛനമ്മയ്ക്ക്, അതായത് ഈ കൃഷി ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാണ്. അച്ഛനമ്മ രാവിലെ തന്നെ കൃഷി ചെയ്യാനായിട്ട് പോകും. 3 കുഞ്ഞുങ്ങളാണ് ഞാൻ പറഞ്ഞു. അതൊരു ആദിവാസി ഊര് പോലുള്ള ഒരു മേഖലയാണ്. പിന്നെ അത് മൂത്ത പെൺകുട്ടിയാണ്. ആ വീട്ടിൽ ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് ആ കുഞ്ഞാണ്. 12 വയസ്സുള്ള ഒരു കുഞ്ഞാണ്, പെൺകുഞ്ഞ്. നമുക്കറിയാലോ ഈ ആദിവാസി ഊര് പോലുള്ള പ്രദേശത്തൊക്കെ അധികം സാക്ഷരതയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അവിടെ എല്ലാ കുഞ്ഞുങ്ങള് ആവുമ്പോ തന്നെ, അതായത് കുഞ്ഞുങ്ങൾ ഒരു ഏജ് ആവുമ്പോ തന്നെ ആ കുട്ടിയെ കൊണ്ട് എല്ലാ ജോലിയൊക്കെ ചെയ്യിപ്പിക്കാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോ മൂത്ത കുഞ്ഞാണത്. ബാക്കി 2 പെൺകുഞ്ഞുങ്ങൾ താഴെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ വീട്ടിലെ അച്ഛനമ്മ രാവിലെ ഏർലി മോർണിംഗ് തന്നെ ജോലിക്ക് പോകും. അപ്പൊ ഈ കുഞ്ഞ് രാവിലെ എന്റെ എല്ലാ ജോലിയും ചെയ്യും. അപ്പൊ ഇവരുടെ വീട്ടില് അടുപ്പാണുള്ളത്. കുഞ്ഞ് പാചകം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വിറകടുപ്പിൽ നിന്ന്, അതായത് ആ അടുപ്പിൽ നിന്ന് തീ പടർന്ന് ഈ കുട്ടിയുടെ ഡ്രസ്സിൽ കയറി പിടിക്കുകയും കുട്ടി ആ സ്പോട്ടിൽ തന്നെ കത്തിച്ചാമ്പലാകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള, അതായത് ആ കുട്ടിയുടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ബാക്കി 2 കുഞ്ഞുങ്ങൾ എനിക്ക് തോന്നുന്നു പുറത്ത് കളിക്കാനായിട്ട് പോവായിരുന്നു. കുഞ്ഞു മാത്രമാണ് ഉണ്ടായിരുന്നത്, ആരും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ, തീ അതുപോലുള്ള ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം അവർ അറിവാകുന്നത് വരെ കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കുക. കാരണം അതൊക്കെ അപകടമാണ് കേട്ടോ. ഒരു വയസ്സാകുന്ന മുതിർന്നതിന് ശേഷം എന്ത് ചെയ്യാൻ നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കാം. പക്ഷെ ചെറിയ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മൾ അതിനകത്തോട്ട് അടുപ്പിക്കാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. മിസ്, ഇതുപോലെ തന്നെ എന്റെ ഒരു ഫ്രണ്ട് മരിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. ആ സമയത്ത് നമ്മൾ വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് കത്തിക്കില്ലേ? അപ്പൊ സന്ധ്യക്ക് അവള് വിളക്കില് മണ്ണെണ്ണ പകരുന്ന സമയത്ത് തീ പിടിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് എന്റെ ഒരു ഫ്രണ്ട് മരിച്ചിട്ടുണ്ട് അല്ലേ? എന്താണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് ഭയങ്കര നമുക്ക് വിഷമാകുന്നത്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മൊബൈൽ ഫോൺ കണ്ട് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇല്ലേ? മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ടി വി ഇരിക്കുന്നതൊന്നും അത്രയും പ്രശ്നമില്ല. മൊബൈൽ ഫോൺ നമ്മുടെ ഒരു കയ്യിൽ പിടിക്കുകയും ഒരു കൈയുടെ ഭക്ഷണം വാരിക്ക് കഴിയുകയും ചെയ്താൽ എന്താ ഉണ്ടാവുക? ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങില്ലേ? അപ്പൊ അങ്ങനെ മരിക്കുന്ന ധാരാളം കേസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ കുടുങ്ങുകയും മരണം സംഭവിക്കുകയും ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇത്രയും പോയിന്റുകൾ പറഞ്ഞു. ഇനി ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്കൊരു 7 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പൊ അതിനകത്ത് ആഡ് ചെയ്യാം. മാം, നമ്മുടെ വീടുകളിൽ തുന്നുന്ന സൂചിയും നൂലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുട്ടികളുടെ അടുത്ത് നിന്ന് നീക്കി വെക്കുന്നത് നന്നായിരിക്കും. കുട്ടികൾക്കറിയില്ല. അവര് ചിലപ്പോ അത് താഴെ ഇട്ട് കഴിഞ്ഞാലും അത് കാലിലോ നടക്കുന്ന വഴിക്ക് കാലിലോ വല്ലതും കുത്തി കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും വെക്കുക. കത്രിക പോലുള്ള സാധനങ്ങളൊക്കെ തയ്ക്കുന്നവരുടെ വീട്ടിലായിരിക്കും കൂടുതൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത്, മെറ്റീരിയൽസ് ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ മുകളിൽ കുട്ടികളുടെ കയ്യെത്താത്തെടുത്ത് വെക്കാൻ ശ്രമിക്കുക.
എന്റെ അമ്മ ഒരു തയ്യൽക്കാരിയാണ്. ഇപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ എല്ലാ സാധനങ്ങളും എടുത്ത് മേളിൽ വെക്കും, അലമാരന്റെ മേളിൽ വെക്കും. രണ്ടാളും ചെന്ന് കഴിഞ്ഞാൽ മിഷ്യത്തിലാണ് ചെന്ന് പിടിക്കണതൊക്കെ. അതുകൊണ്ട് മെഷീൻ പവർ മെഷീൻ ആയതുകൊണ്ട് സ്വിച്ച് ഓൺ ആക്കി ഇട്ടാലും അവർക്കറിയാം അത് ഓൺ ആക്കാനും. ഇപ്പൊ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വയറെടുത്ത് മാറ്റി വെക്കും. കൃഷിയുള്ള കത്തിയും കത്രികയെല്ലാം അതെനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചെറുതില് എന്റെ അമ്മമ്മ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ കത്തി എടുത്ത് വെച്ച് കളിച്ച്. എന്റെ ബ്രദറ് എന്റെ അടുത്ത് കത്തി വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ അവൻ പിടിച്ച ഒരു വലിച്ചു. എന്റെ ചെറിയ വിരല് താഴെ മുതൽ മേലെ വരെ ഇങ്ങനെ മുറിഞ്ഞ് ചെത്തിപ്പോയി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ മെഡിക്കൽ കോളേജിൽ ഒരു നഴ്സ് ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു, ഞാനൊരു 2-ലോ 3-ലോ മറ്റോ പഠിക്കുന്ന സമയം. എന്നിട്ട് വേഗം ആ നഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവര് ഡ്രസ്സ് തരിക ചെയ്തത്. മുറിഞ്ഞിങ്ങനെ പോയിട്ടില്ല, ഈ അറ്റത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിന്നു. പക്ഷെ അത് അപ്പൊ തന്നെ മരുന്ന് വെച്ചത് കൊണ്ട് അവിടെ തോലൊട്ടി വൃത്തിയായിട്ടുണ്ട്, ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. ആര്യ വികാസ് പറഞ്ഞോളൂ. ആര്യ വികാസ്. സ്റ്റൗ കത്തിക്കുമ്പോ ഈ ലൈറ്റർ ഇല്ലേ, കൊടുക്കാതെ ഇരിക്കാൻ ശ്രമിക്കണം. എന്റെ മോന് സ്റ്റൗണ്ട് ലൈറ്റർ വെച്ചിട്ട് വായിൽ വെക്കുകയും പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അവൻ എന്ത് ചെയ്ത സമ്മതിക്കും, തരൂല. പിന്നെ മിസ് മിസ്സേ വാതിലിന്റെ ഇടയിൽ കൊച്ചുങ്ങള് കൈവയ്ക്കാണ്ട് നോക്കണം. എന്റെ കൈ ചെറുപ്പത്തിലെ വാതിലിന്റെ ഇടയിൽ വെച്ചിട്ട് അച്ഛൻ അറിഞ്ഞില്ല, വാതിലടച്ചു. എന്റെ മോതിരിടുന്ന എന്റെ ഇപ്പുറത്തെ നടുവരല് ചതഞ്ഞു, സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അതുപോലെ തന്നെ പിള്ളേര് റൂമിൽ കതക് അടച്ചിരിക്കും. ചെറിയ കുട്ടികൾക്കും നമുക്കും ഒരു അനുഭവം ഉള്ള ഒരു കാര്യം പറയട്ടെ മാം. ഞാനാണെങ്കിലേ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒരാഴ്ചയായപ്പോ ബാത്റൂമിനകത്ത് നമ്മൾ പുതിയ വീട്ടിൽ വന്നതല്ലേ, അങ്ങനെ ബാത്റൂമിനകത്ത് കുളിച്ചിട്ട് മുടിയെടുത്ത്, ഇതിന് ഇച്ചിരി ഹൈറ്റ് കൂടുതലായിരുന്നു, മുടി ഇച്ചിരി കളയാൻ വേണ്ടിയിട്ട് കളഞ്ഞപ്പോ ഈ സോപ്പ് വെക്കുന്ന സാധനം നല്ല ബ്ലേഡ് പോലെ ഇരിക്കുന്നതായിരുന്നു. അങ്ങനെ ഇവിടെ ഞാൻ റൂം അടച്ചിട്ടിട്ടായിരുന്നു കേറുന്നത്. ഹസ്ബൻഡ് ഒക്കെ ജോലിക്ക് പോയേക്കുമായിരുന്നു, ബാക്കി അമ്മയും എല്ലാരും പുറത്ത് കുക്ക് ചെയ്യുകയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ മുടി കളഞ്ഞിട്ട് അതിനകത്ത് തട്ടി, ഞാൻ ആ കയ്യിലോട്ട് നോക്കിയതും പിന്നെ ഞാൻ കണ്ണു തുറന്നപ്പോ ഇവര് കുളിക്കുവാന്നും പറഞ്ഞ് എനിക്ക് ഇത്തിരി സമയം വേണം കേട്ടോ കുളിക്കാൻ. അപ്പൊ അവരാരും ശ്രദ്ധിച്ചില്ല. ഞാൻ കണ്ണു തുറന്നപ്പോ ഞാൻ ഈ ചോരക്കകത്ത് കിടക്കുമായിരുന്നു. ഞാനന്ന് മരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ എന്റെ ബ്ലഡ് എല്ലാം പോയി. പിന്നെ ഞാൻ എങ്ങനെങ്കിലും തുറന്നിട്ട് വന്നിട്ട് ഈ തുണി വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് പിടിച്ചപ്പോ അത് മറിഞ്ഞ് എന്റെ മുഖത്തോട്ടങ്ങ് വീണ്. അങ്ങനെ മുഖം എല്ലാം ചോരയായി, കയ്യും ചോരയായി. പിന്നെ എന്തായാലും നമ്മൾ മരിക്കാൻ പോയാലും നമ്മുടെ അഭിമാനമല്ലേ നോക്കുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും ഉടുപ്പിട്ടിട്ട് കതവ് തുറന്നിട്ട് അവിടെ അങ്ങ് വീണ്. പിന്നെ എന്നെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയി. അന്ന് ഞാൻ മരിച്ചു കൊണ്ടേയിരുന്നു. എന്തോ ഭാഗ്യത്തിനാ, അത് എല്ലാവർക്കും ഒരു അനുഭവമായിരിക്കും. ഈ ബ്ലേഡ് വെക്കുന്ന തട്ടിയാലേ ഇതാണ് എന്റെ ഒരു എന്തോ മാം എത്ര നാളായിട്ട് സംഭവിച്ചിട്ട് വന്ന ഒരാഴ്ചയായിരുന്നു. ഇപ്പൊ ഒരു 1.25 വർഷമായി. അങ്ങനെ 12 സ്റ്റിച്ച് ഉണ്ടായിരുന്നു, കൈ കീറിപ്പോയി, ബോധമില്ലായിരുന്നു. പിന്നെ 12 സ്റ്റിച്ച് എടുത്തപ്പോഴും ഞാൻ എന്തൊരു കരച്ചിലായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. ഇവര് മയക്കുന്ന ആ മുറിവിനകത്തോട്ട് കുത്തി കയറ്റിയായിരുന്നു ഇഞ്ചക്ഷൻ വെച്ചത്. അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അതെല്ലാവർക്കും പറ്റാവുന്ന ഒരു കാര്യം അത്. അത് ഞാൻ കുളിക്കുമ്പോഴേ സമയം എടുക്കുന്നോണ്ട് ഇവരാരും വന്ന് ശ്രദ്ധിച്ചതും ഇല്ല. കാരണം കതക് അടച്ചിട്ട് നമ്മൾ പുതുതായിട്ടൊക്കെ വരുമ്പോ നമ്മൾ ഫുൾ കതകൊക്കെ അടച്ചിട്ടല്ലേ കുളിക്കുന്നേ. ഞാൻ കതക് തുറന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വീണ്. അപ്പോഴും ഇവിടെ എല്ലാം ഭയങ്കര ബ്ലഡ് ആയിരുന്നു. പിന്നെ വീട്ടിൽ നിന്നൊക്കെ വന്നു. സില്ലി നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോറിന്റെ ഉള്ളിൽ വിരല് പോയി. എന്റെ റൈറ്റ് ഹാൻഡിലെ ചെറിയ വിരലിന്റെ മേലത്തെ ഒരു കഷ്ണം തെറിച്ചു പോയിട്ടുണ്ട് ഡോറിന്റെ ഉള്ളിലായിട്ട്. 2 കഷ്ണേ ഉള്ളൂ ഇപ്പൊ റൈറ്റ് ഹാൻഡിലുള്ള ചെറിയ വിരൽ. ഓരോന്ന് പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്. അത് കുറച്ച് കൊല്ലമായി അത് നടന്നിട്ട്. അത് മഴയുള്ള സമയത്ത് ഞാൻ ഡോറിന്റെ സൈഡിൽ പോയി കാറ്റടിക്കുന്ന നോക്കിയതാ. കാറ്റടിച്ച് ഡോറ് വന്ന് അടഞ്ഞ് വിരല് ഒരു കഷ്ണം മുറിഞ്ഞു പോയി. എന്താണല്ലേ എന്റെ
ഇപ്പൊ നമ്മളിത് ഓർക്കുമ്പോൾ ഇതിന് ചിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ച വേദന എന്തായിരിക്കുമല്ലോ. അതിപ്പോ പറഞ്ഞതുപോലെ സ്റ്റിച്ച് എല്ലാം ഇടുന്നത് നമ്മള് കുറച്ച് ചെറിയ കുട്ടിയല്ലല്ലോ, കുറച്ച് വയസ്സായ ഒരാളാകുമ്പോ അങ്ങനെ കൺസിഡർ ചെയ്യും. ഈ മുറിവിനകത്ത് ഇഞ്ചക്ഷൻ വെച്ചിട്ട് പിന്നെ സ്റ്റിച്ച് എടുക്കുമ്പോൾ ചെറിയ വിരലില് 22 സ്റ്റിച്ച് പോലെ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ മുറിഞ്ഞിട്ട് എന്റെ കൈയിന്റെ ഇപ്പുറത്തെ വിരലിന്റെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് ഇറച്ചിയെല്ലാം എടുത്തിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് അത് ശരിയാക്കിയത്. മറ്റേ കഷ്ണം എടുക്കാൻ പറ്റില്ലായിരുന്നു, അത് ചതഞ്ഞരഞ്ഞു പോയായിരുന്നു. അപ്പൊ 2 വിരലിലും സ്റ്റിച്ചും ഉണ്ടായിരുന്നു. അത് എടുക്കുമ്പോഴും അങ്ങനെ തന്നെ മുറിവിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചാണ് എടുക്കുക സ്റ്റിച്ച്. ആ സമയത്തെല്ലാം നല്ല പോലെ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് റെഡിയായി വരുന്നേ ഉള്ളായിരുന്നു എന്റെ വിരല്. എൻഗേജ്മെന്റ് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത്. കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് കൈ കൊണ്ട് എന്തെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റുക. കാരണം നമുക്ക് ആ ഒരു വിരലില്ലാത്തതിന്റെ ബുദ്ധിമുട്ട്, കട്ട് ചെയ്യാനും പാത്രങ്ങൾ എടുക്കുമ്പോൾ വഴുതി പോകുക, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ പരിചയിച്ച് പിന്നെ കൈ ശരിയായത്. ഫുഡ് കഴിക്കാനെല്ലാം എനിക്ക് ഭയങ്കര പാടായിരുന്നു, ഇങ്ങനെ എടുക്കുമ്പോ ഇതിന്റെ ഉള്ളിലൂടെ വീണു പോകും. ഇപ്പൊ പറയുമ്പോ ചിരി, ഇപ്പൊ കറക്റ്റ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സമയത്തെല്ലാം കുറെ വിഷമിച്ചായിരുന്നു, വേദനയും അതുപോലെ ഓരോ ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുകളും അങ്ങനെയൊക്കെ. പിള്ളേര് അതുപോലെ റൂമിന്റെ അകത്ത് കതകടച്ചിരിക്കുക, സെൽഫില് കതകടച്ചിരിക്കണൊക്കെ ഒരു സംഗതി ഉണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ഒരു കൊച്ചിനെ കാണാനല്ല, വീടിന്റെ പരിസരം കാര്യങ്ങളും എല്ലാം സെർച്ച് ചെയ്തിട്ട് കുട്ടീനെ കാണാനല്ല. ഇച്ചിരി നേരം കഴിഞ്ഞ് സെൽഫ് തുറന്നപ്പോണ്ട് മയങ്ങി അതിന്റെ അകത്ത് കിടക്കുന്നു. നമ്മളറിയില്ല ശ്വാസം കിട്ടാറിന്റെ വെച്ച് അതിന്റെ അകത്ത് കിടക്കുന്നത്. ചില പിള്ളേരുണ്ട് വാതിലൊക്കെ കതകടച്ചുള്ളിലിരിക്കുക, പിന്നെ അവർക്ക് തുറക്കാൻ കഴിയില്ല. ചെറിയ പിള്ളേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ബാറ്ററി, ഈ ക്ലോക്കിന്റെ ഒക്കെ ബാറ്ററി എടുത്ത് വായിൽ വെക്കും. പിന്നെ ഈ ചാർജറിന്റെ ഈ കുത്തുന്ന സംഭവമൊക്കെ എടുത്ത് വായിക്കാത്തിടുക. പിന്നെ കുടത്തിലൊക്കെ കൊണ്ടുവന്ന് കൈയും തലയൊക്കെ കയറ്റും. പിന്നെ ഈ മേശയിലൊക്കെ ചവിട്ടി ഇതിന്റെ അകത്തൊക്കെ കയറിയൊക്കെ ഇരിക്കും. അതെ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഇന്ന് ധാരാളം കാര്യങ്ങള് ഡിസ്കസ് ചെയ്തു. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മൈൻഡപ്പ് ചെയ്യാൻ ക്ലാസ് അതെ. മിസ്സ ഒരു കാര്യം ചോദിക്കട്ടെ മിസ്സ? ഈ മോണ്ടിസോറില് PRT, TGT, PGT എന്ന് പറയണ സിലബസ് ഒക്കെ എന്തുട്ടാ, സബ്ജക്റ്റ് ഒക്കെ എന്തുട്ടാ? ഇതിനെന്താ പറയുന്നത്? മോണ്ടിസോറി പാർട്ട് 3 പറയുന്നേ. അതിനാണോ PRT എന്ന് പറയണേ? പാർട്ട് PRT അത് കഴിഞ്ഞിട്ട് സ്ലാഷ് ഇട്ടിട്ട് TGT, അത് കഴിഞ്ഞിട്ട് PGT, ഫോർ ഓൾ സബ്ജക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് വാണ്ടഡ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ വന്നൊരു അപേക്ഷയാണ്. ആണല്ലേ, അത് എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ജിഷ് ടീച്ചറോടൊന്ന് ചോദിച്ചു നോക്കും എന്താണെന്ന് കറക്റ്റ് ആണെന്ന് കേട്ടോ. ജിഷ് ടീച്ചർക്ക് അറിയാനായിട്ട് സാധിക്കും കൂടുതലായിട്ട്. ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ. ജിഷ് ടീച്ചറിന്റെ ക്ലാസ് നിങ്ങൾക്ക് എന്നാണ്? നാളെയാണോ? അപ്പൊ നാളെ ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ എന്താണെന്ന്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അതിനെ കുറിച്ച്. നമ്മുടെ സിലബസിലുള്ള കാര്യമാണെന്ന് വിചാരിച്ചിട്ടാ ചോദിച്ചത് കേട്ടോ. അറിയാൻ പറ്റും. 4 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്കൂളിൽ കയറാൻ പറ്റുമോ, അതോ ചെറിയ കുട്ടികൾക്കാണോ? നമുക്ക് കയറാനായിട്ട് പറ്റും. കറക്റ്റ് ആയിട്ട് നമുക്ക് 6ാം ക്ലാസ് അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ് പ്രത്യേകം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് കൂടി നമുക്ക് കുറച്ച് മുതിർന്ന പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് പറ്റും. കുഴപ്പമില്ല, അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. എന്താ ട്രെയിനിങ്ങിന് പോയോ ആരെങ്കിലും? ഇല്ല, എന്താണെന്ന് ചോദിച്ചതാണ്. പോയിട്ടില്ല. പോയിട്ടില്ല അല്ലേ? സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ടീച്ചറോട് നാളെ വിശദമായിട്ട് ചോദിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. നിങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ എത്ര നാളെ കോഴ്സ് തുടങ്ങിയിട്ട്? ഒരു മാസം കഴിഞ്ഞില്ലേ? 2 മാസം. നാളെ ടീച്ചറോട് ചോദിച്ചോളൂ, ടീച്ചർ പറഞ്ഞു തരൂ കേട്ടോ. ഓക്കെ, മറക്കണ്ട. ട്രെയിനിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഓഫർ ലെറ്റർ തരും. അത് വെച്ചിട്ടാണ് നിങ്ങൾ പോവുക സ്കൂളുകളിലെ ട്രെയിനിങ്ങിനായിട്ട്. അത്
അതൊക്കെ നിങ്ങളിവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി എങ്ങനെയാണെന്ന് വെച്ചാൽ കേട്ടോ. സ്കൂളാണ് പോകുന്നത്, അത് അവര് പറയുന്ന സ്കൂൾ. എന്താ നമ്മൾ പറയുന്ന സ്കൂളാണ് അവര് പോകുന്നത്. ഈ ലെറ്റർ വരുമ്പോ നമ്മൾ പറയുന്ന സ്കൂളാണ് പഠിപ്പിക്കേണ്ടത്. അതെ അതെ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. പറയുന്ന സ്കൂളിലാണെന്നാണ് നമുക്ക് ഇഷ്ടമുള്ളിടത്തുള്ള സ്കൂളുകളിലൊക്കെ പോകാം. അപ്പൊ ഞാൻ എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട്. Yes, ma'am. And good morning, Ashwati ma'am, and good morning to all. First of all, thank you so much, Ashwati ma'am, for this wonderful class. Today we discussed about safety with children, and some of us have shared their experience, and we learned a lot of things about safety. I wish to sign out this class with an action song. Kanao. Are you ready? Yes. 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 I have two hands and they clap like this. I have two hands and they clap like this. I have two hands and they clap like this. And that's what makes the world go round. It's a little bit up and a little bit down. A little bit up and a little bit down. A little bit up and a little bit down. And that's what makes the world go round. I have two eyes and they blink like this. I have two eyes and they blink like this. I have two eyes and they blink like this. And that's what makes the world go round. It's a little bit up and a little bit down. A little bit up and a little bit down. A little bit up and a little bit down. And that's what makes the world go round. Thank you. Super. I hope you guys have enjoyed it. Thank you. Thank you. Hear it. And once again, thank you so much, Ashwati ma'am. And it's me, Fatimat Mahajina, signing out. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, madam. Thank you, ma'am. Thank you, ma'am. Tango.